ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടാലിയിൽ മൾട്ടി കറൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം. അപ്പോൾ നമുക്ക് തുടങ്ങാം. മൾട്ടി കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വേറെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയോ മറ്റോ ചെയ്യുമ്പോൾ ആ എമൗണ്ടിനെ നമ്മുടെ റുപ്പീസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ മൾട്ടി കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മൾട്ടി കറൻസി ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി F11 ഫീച്ചേഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. F11 ഫീച്ചേഴ്സ് എടുക്കുക. അതിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യണു. അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ എലോ മൾട്ടി കറൻസി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. എല്ലോ മൾട്ടി കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ എസ് ആക്കിയതിന് ശേഷം ഇതിനെ നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ കറൻസി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മൾട്ടി കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് എസ്കേപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന വിൻഡോയിൽ തിരിച്ചു വരിക. അതിൽ അക്കൗണ്ട്സ് ഇൻഫോ നമ്മൾ സെലക്ട് ചെയ്യുക. അക്കൗണ്ട്സ് ഇൻഫോ സെലക്ട് ചെയ്യുക. കറൻസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ഈ കറൻസീസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഏത് രാജ്യത്തു നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ കറൻസിയുടെ സിമ്പിൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ക്രിയേറ്റ് വരുന്നുണ്ട്. ഡിസ്പ്ലേ, ഓൾട്ടർ, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കറൻസി സിമ്പിളുകൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കാൻ, നമുക്ക് വീണ്ടും എടുത്ത് കാണാനുള്ളൊരു ഓപ്ഷൻ. ഓൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഡിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനാണ് നമ്മൾ ഓൾട്ടർ ഉപയോഗിക്കുന്നത്. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറൻസിയുടെ റേറ്റ് ഓരോ ദിവസവും അല്ലെങ്കിൽ മാറ്റങ്ങൾ വരാം, ചേഞ്ചസ് ഉണ്ടായിരിക്കാം കറൻസി റേറ്റിൽ. അപ്പോൾ ആ റേറ്റ്, എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണോ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ആവശ്യം ക്രിയേറ്റ് ആണ്. അതുകൊണ്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണു. ക്രിയേറ്റ് എടുത്ത് സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. സിമ്പിളിലാണ് നമ്മൾ ഏത് കറൻസിയാണോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഡോളർ സിമ്പിളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഡോളറാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ Shift 4 എന്ന് പറയുന്ന കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോളർ എന്നുള്ള സിമ്പിൾ വരും. Shift 4. ഇനി എൻ്റർ ചെയ്യുക. ഫോർമൽ നെയിമിൻ്റെ അവിടെ നമ്മൾ അതിൻ്റെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡോളറാണ്, അപ്പോൾ ഡോളർ എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി എൻ്റർ ചെയ്യുക. നമ്മളിതിനെ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിമ്പിൾ ക്രിയേറ്റ് ചെയ്തു. ഡോളറിൻ്റെ സിമ്പിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി ഇതേപോലെ ഇത് മാത്രമേ ഉള്ളൂങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതല്ല വേറെയുള്ള രാജ്യങ്ങളിലെ സിമ്പിളും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു യൂറോ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൗണ്ട്, യെൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഡോളറാണ്. ഇനി നമ്മൾ യൂറോ എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ യൂറോ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ Alt 0128 Alt 0128 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ യൂറോ എന്ന് പറയുന്ന സിമ്പിൾ നമുക്ക് കിട്ടും. അപ്പോൾ Alt പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്പർ കീയിൽ വന്നിട്ട് 0128 എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ യൂറോ എന്ന് പറയുന്ന സിമ്പിൾ നമുക്ക് കിട്ടും. എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് യൂറോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സെറ്റ് ചെയ്താൽ മതി. ഡോളർ മാത്രമേ വേണ്ടുള്ളൂ എങ്കിൽ അത് മാത്രം വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതും കൂടെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞതാണ്. അപ്പോൾ യൂറോ എന്നുള്ളത് കൊടുത്തു. ഇനി നമ്മളിതിനെ സേവ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് Alt 156 ഇതിൽ പൗണ്ട് എന്ന് പറയുന്ന സിമ്പിൾ വരാനാണ് നമ്മൾ Alt 156 ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. Alt പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം 156 എന്ന് നമ്പർ കീയിൽ വന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൗണ്ട് എന്ന് പറയുന്ന ചിഹ്നം വരും. അപ്പോൾ നമുക്കിവിടെ പൗണ്ട് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. ഇനി ഇതിനെയും സേവ് ചെയ്യാം. Alt 157
എൻ എന്ന് പറയുന്ന സിമ്പിളാണ് വരിക. ഫോർമൽ നെയിമിൽ എൻ എന്നുള്ളത് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്പറുകൾ ഉപയോഗിച്ചിട്ടല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് സിമ്പിളിൽ പോയിട്ട് ഇതിൻ്റെയൊക്കെ സിമ്പിളുകൾ കോപ്പി എടുക്കണം, എന്നിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യണം. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാതും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എസ്കേപ്പ് ചെയ്യുക. അതിനുശേഷം റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിൽ വരിക. നമ്മളിപ്പോൾ ഡോളറിൻ്റെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് നമ്മൾ കൊടുത്ത 4 എണ്ണം വരും. അതിലിപ്പോൾ നമ്മൾ ഡോളറിൻ്റെ മാത്രം എക്സ്ചേഞ്ച് റേറ്റ് ആണ് കാണിക്കുന്നത്. റുപ്പീസിലേക്ക് മാറുമ്പോൾ ഒരു ഡോളർ എത്ര രൂപയായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 75 ആണ് ഞാൻ കൊടുക്കുന്നത്. 75 കൊടുത്തു. ഇവിടെയും നമ്മൾ 3 സെല്ലിംഗ് റേറ്റ് അതുപോലെ തന്നെ ബൈയിങ് റേറ്റ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ഈ 75 കൊടുത്ത് നമ്മളിതിനെ സേവ് ചെയ്യുക. അടുത്തത് പൗണ്ടും യെന്നും യൂറോ ഒക്കെ നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഓരോന്നിൻ്റെയും താഴെ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളിതിനെ സേവ് ചെയ്യണു. ഞാൻ തൽക്കാലം ഡോളർ മാത്രം സെറ്റ് ചെയ്ത് ഇതിനെ സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്കതിൽ റേറ്റും കൊടുത്തു കഴിഞ്ഞു. ഇനി എസ്കേപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു പർച്ചേസ് വേറെയുള്ള കൺട്രീസിൽ നിന്ന് നമുക്കൊരു പർച്ചേസ് വരുന്നുണ്ട്. അപ്പോൾ ആ ബില്ല് നമുക്കൊന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് വൗച്ചറിൽ തിരിച്ചു വരിക. അക്കൗണ്ടിങ് വൗച്ചറിൽ വന്നതിന് ശേഷം നമ്മൾ പർച്ചേസ് സെലക്ട് ചെയ്യുക. പർച്ചേസ് സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് പാർട്ടി നെയിം കൊടുക്കുക. ഓൾട്ട് സി അടിക്കുക. ഇവിടെ നിന്ന് നമ്മൾ സൺട്രി ക്രെഡിറ്റർ എന്നുള്ളത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. ഇവിടെ പർച്ചേസ് ലെഡ്ജർ ഓൾട്ട് സി അടിക്കുക. പർച്ചേസ് അണ്ടർ പർച്ചേസാണ് വരിക. ഇനി നെയിം ഓഫ് ഐറ്റം, എന്ത് ഐറ്റമാണ് നമ്മൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അതും നമ്മൾ ഓൾട്ട് സി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു മെഷീനറിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ യൂണിറ്റ് ചോദിക്കുന്നുണ്ട്. അവിടെ യൂണിറ്റ് നമ്പർ ഫോർമൽ നെയിമിൽ നമ്മൾ നമ്പറിന് ഫുള്ളായിട്ട് എഴുതുക. ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ മെഷീനറി വന്നു. ഈ മെഷീനറി നമ്മൾ എത്ര എണ്ണമാണ് മേടിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുക. 2 ക്വാണ്ടിറ്റിയാണ് നമ്മൾ മേടിക്കുന്നത്. അത് $5000 വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 5000 എന്നുള്ളത് കൊടുത്ത് ഷിഫ്റ്റ് 4 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതായത് സിമ്പിൾ നമ്മൾ കൊടുക്കണം. $5000 എന്ന് കഴിഞ്ഞതിന് ശേഷം ഡോളറിൻ്റെ സിമ്പിളും കൂടെ നമ്മളതിൽ ചേർക്കുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിച്ചു തരും. 2 എണ്ണത്തിൻ്റെ പ്രൈസ് നമുക്കിവിടെ കാണാം. എത്ര എണ്ണമാണ് വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് നമ്മളിവിടെ കൊടുക്കുക. അപ്പം $5000 നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഇനി എൻ്റർ ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് കാണിക്കും. അപ്പോൾ 75 ആണ് നമ്മൾ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് എൻ്റർ ചെയ്ത് പോവാം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇതിൽ റേറ്റ് ഇൻ ഫോറെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ $5000 ആണ് കാണിക്കുന്നത്. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് 75 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 70 ആക്കാം, 60 ആക്കാം, എത്രയാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതിനനുസരിച്ചിട്ട് റേറ്റ് ഇൻ റുപ്പീസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. അപ്പോൾ 3,75,000 രൂപയ്ക്കുള്ള പർച്ചേസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റേറ്റ് ഇൻ ഫോറെക്സിൽ 5000 വരും. റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിൽ 75 വെച്ചിട്ട് റുപ്പീസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 3,75,000 രൂപ നമുക്ക് എമൗണ്ട് കിട്ടും. ഇനി ഇതിനെ നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത ഐറ്റം കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുത്ത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് ഇതിനെ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു, കൺവേർട്ട് ചെയ്തിട്ട് നമ്മളതിനെ പർച്ചേസ് ചെയ്ത് കാണിച്ചു. ഇനി നമുക്ക് വേറൊരു പേയ്മെൻറ്റ് വരികയാണ്. ഇവർക്ക് തന്നെ നമ്മൾ പേയ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അക്കൗണ്ടിങ് വൗച്ചറിൽ വന്ന് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആർക്കാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പേര് സെലക്ട് ചെയ്യണു. അപ്പോൾ 5000 ആയിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോളർ. അപ്പം നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു 3000 കൊടുക്കുന്നുള്ളൂ. 3000 രൂപയാണ് നമ്മളിപ്പോൾ പെയ്ഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 3000 എന്നുള്ളത് കൊടുത്ത് ഡോളറിൻ്റെ സിമ്പിളും കൂടെ ഇട്ട് കൊടുക്കുക.
ഇനി എൻട്രി ചെയ്യുക. എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ ഫോറെക്സ് എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എമൗണ്ട് പെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് റേറ്റ് കൂടുകയോ കുറയോ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 75 എന്നുള്ളത് ഒരു 78 മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഇവിടെ മാറ്റാം. അപ്പോൾ 75 വെച്ചിട്ടാണെങ്കിൽ 2,25,000 രൂപയാണ് നമ്മൾ പെയ്ഡ് ചെയ്യുന്നത്. പെൻഡിങ് വരും. 3,75,000 ഉണ്ടായിരുന്നത്. അതിൽ 3,000 കൊടുത്തു. $3,000 കൊടുക്കുമ്പോൾ 75 രൂപ വെച്ചിട്ടാണ് 2,25,000. നമ്മൾ ഇതിനെ മാറ്റി 78 ആക്കാൻ പോവുകയാണ്. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് 78 അപ്പോൾ 2,34,000 രൂപ നമ്മളിപ്പോൾ പെയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓരോ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന റേറ്റ് അനുസരിച്ച് നമ്മൾ മാറ്റുക. ഇനി എൻട്രി ചെയ്ത് നമുക്ക് തന്നെ സേവ് ചെയ്യാം. ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എൻട്രി ചെയ്യുക, ഇതിനെ സേവ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മൾട്ടി കറൻസി ഉപയോഗിച്ചിട്ട് നമ്മൾ ടാലിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്.